ഹരേ കൃഷ്ണ. ഞാനിപ്പോൾ പള്ളിച്ചിലുള്ള ശ്രീ ശ്രീകൃഷ്ണ ബലരാമ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഈ വരുന്ന ശനി ഞായർ ഫെബ്രുവരി 1, 2 തീയതികളിൽ ഇവിടെ ബ്രഹ്മോത്സവം നടക്കുകയാണ്. ഈ അമ്പലത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് ബ്രഹ്മോത്സവം. പല രാജ്യങ്ങളിൽ നിന്നായി അനേകം ഭക്തന്മാരാണ് ഇവിടെ ബ്രഹ്മോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നത്. ബ്രഹ്മോത്സവത്തിലെ ഒരുക്കങ്ങൾ എവിടെ വരെയായെന്ന് നമുക്കിവിടെ ഭക്തന്മാരോട് തന്നെ ചോദിച്ചാൽ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. മാജി, എന്റെ പേര് ഗിരിരാജ് ശ്യാംദാസ് ആണ്. ഈ ബ്രഹ്മോത്സവത്തിക്ക് എന്റെ സേവനം പറയുന്നത് ബുക്ക് സ്റ്റാൾ മാതാജി. എല്ലാ ബ്രഹ്മോത്സവത്തിനും ഒരുപാട് ഭക്തന്മാരുടെ പുതിയ ഭക്തന്മാർ വരുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് കൊടുത്ത സേവനം പറയുന്നത് ബുക്ക് സ്റ്റാളും പിന്നെ പൂജാ സ്റ്റാളുമാണ് മാതാജി. ഇസ്കോണിന്റെ സ്ഥാപകാചാര്യ AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീത, ഭാഗവതം. അതുകൂടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, കന്നഡ, തെലുങ്ക്, ഇങ്ങനെ എല്ലാ ലാംഗ്വേജസും ഉണ്ട്. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, കലിയുഗത്തിലെ ഏറ്റവും വലിയ ധർമ്മം പറയുന്നത് ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ കൂടുതൽ ഭക്തന്മാർ, പുതിയ ഭക്തന്മാർ വരുന്നുണ്ട്. അപ്പൊ അവരെ നമുക്ക് നല്ല രീതിയിൽ അവർക്ക് ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. പിന്നെ ജപമാല, ജപമാലയാണ്. ഇത് 108 മുത്തുകൾ ഉണ്ടാകും. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് ജപത്തെക്കുറിച്ചും ജപത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെ കൂടുതലായിട്ട് മാലയൊക്കെ മേടിച്ച് വെക്കാറുണ്ട്. പ്രത്യേകിച്ച് കൃഷ്ണഭക്തി എന്ന് പറയുന്നത് കൂടുതൽ ആനന്ദം കിട്ടുന്നതാണ്. അപ്പൊ ആനന്ദം എല്ലാതും കിട്ടാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചോളാം. ഹരേ കൃഷ്ണ. എന്റെ പേര് സുശാന്ത രാമദാസ് ആണ്. ഞാൻ ഇവിടുത്തെ ഈ ബ്രഹ്മോത്സവത്തിന്റെ 9ാമത്തെ ബ്രഹ്മോത്സവത്തിന്റെ വരുന്ന എല്ലാ ഭക്തന്മാർക്കും നാട്ടുകാർക്കുള്ള പ്രസാദം ഞാനാണ് നോക്കുന്നത്. ഭഗവാൻ എനിക്ക് അങ്ങനെ ഒരു സേവനം തന്നിട്ടുണ്ട്. എല്ലാ ഭക്തന്മാർക്കും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്രസാദം കഴിക്കാൻ വേണ്ടി ഇതോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ വലിയൊരു നമ്മൾ സ്റ്റേജ് അടിച്ച് പന്തലൊക്കെ ഇട്ട് പ്രസാദം വിളമ്പാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസവും 3 നേരവും നമുക്ക് 6 നേരം പ്രസാദം ഇവിടെ എല്ലാവർക്കും ഇവിടെയാണ് വിളമ്പുന്നത്. ഇവിടെ കൈകാലുവാനുള്ള ഫെസിലിറ്റി, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എല്ലാ ഭക്തന്മാരും വരണം, സന്തോഷത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം. പ്രസാദം കഴിച്ചിട്ട് ആനന്ദത്തോട് നിങ്ങളെല്ലാം അനുഗ്രഹിച്ച് തിരിച്ചു പോകണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നമ്മൾ ഇവിടെ ഈ ബ്രഹ്മോത്സവത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങളെല്ലാം വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ്. പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ പള്ളിച്ചൽ പഞ്ചായത്തിൽ വീടാന്തരം പോയി എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വരാമെന്ന് ഏറ്റിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾ ഈ ബ്രഹ്മോത്സവത്തിൽ വന്ന് പങ്കുകൊള്ളണമെന്ന് വിനയമായി അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഈ ബ്രഹ്മോത്സവത്തിന് എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ എല്ലാ ഭക്തന്മാരും അവരുടെ തിരക്കിനുണ്ടാക്കി സമയം കണ്ടെത്തി വന്നിട്ട് പല സേവനങ്ങളിൽ അവർ എൻഗേജ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ടെമ്പിളിൽ ഇപ്പോൾ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഈ ബ്രഹ്മോത്സവത്തിന് പങ്കെടുക്കാൻ വരുന്നത്. അപ്പോൾ അവരുടെ അക്കോമഡേഷൻ, അതുപോലെ തന്നെ അവരുടെ ബസ് ബുക്കിംഗ്, ട്രാവൽസ്, അതൊക്കെ നമ്മൾ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ വർഷങ്ങൾ പോലെ തന്നെ ഈ വർഷം ഒരുപാട് ഭക്തന്മാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നടക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രസാദത്തിന്റെ അറേഞ്ച്മെന്റ്സും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഫെസ്റ്റീവ് മൂഡിലാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല ഭക്തന്മാരും സമയം കണ്ടെത്തി അവരുടെ തിരക്കിനുണ്ടാക്കി വന്ന് ഇവിടെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തന്മാരും വിനീതമായി സ്വാഗതം ചെയ്യുന്നു. വന്ന് ശ്രീ കൃഷ്ണരാമന്റെ ഈ ഒരു ബ്രഹ്മോത്സവത്തിൽ പങ്കെടുത്ത് ഭഗവാന്റെ കാരുണ്യം നേടാൻ നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ശ്രീ കൃഷ്ണ ബലറാം കി ജയ്. എൻ്റെ പേര് സുനിർമല ശ്രീനിവാസദാസ് എന്നാണ്. ഞാൻ ഇവിടെ ശ്രീ കൃഷ്ണ ബലറാമ ക്ഷേത്രം പള്ളിച്ചലിൽ ഒരു പൂജാരിയാണ്. ഇവിടെ ശ്രീകൃഷ്ണ ബലറാം വിഗ്രഹത്തിനെ സ്ഥാപിച്ച പ്രാണപ്രതിഷ്ഠ നടത്തിയ 8ാം വാർഷികോത്സവമാണ്. അപ്പം ഇതിൽ പൂജാരി ഡിപ്പാർട്ട്മെന്റ് എല്ലാ പൂജാരിമാരും ഭഗവാനെ ഈ 2 ദിവസങ്ങളിലും വളരെ മനോഹരമായിട്ട് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് അണിയിക്കും, അലങ്കരിക്കും. വളരെ വിശിഷ്ടമായ വിഭവങ്ങൾ ഭഗവാന് വേണ്ടി ഉണ്ടാക്കി നിവേദിക്കും. പിന്നെ ഈ വർഷത്തിലെ ഒരു വിശിഷ്ട പൂജ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ബ്രഹ്മകമല പൂജ. അത് വളരെ വിശിഷ്ടമായ പൂജയാണ്. നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ടെമ്പിളിൻ്റെ കൂടെ ബന്ധപ്പെട്ട് ഈ ഒരു സംഗതി ബുക്ക് ചെയ്യുക. പിന്നെ വേറൊരു വിശിഷ്ട ചടങ്ങെന്ന് വെച്ചാൽ ഈ അവസാനം നടക്കുന്ന പുഷ്പാഭിഷേകം. ഈ പുഷ്പാഭിഷേകം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഭക്തന്മാർ ഇതിൽ പങ്കെടുക്കുന്ന ഒരു സംഭവമാണ്. ഭഗവാന്റെ പുറത്ത് വരിഷ്ഠ സന്യാസികളും വരിഷ്ഠ ഭക്തന്മാരും പുഷ്പം കൊണ്ട് അഭിഷേകം നടത്തുകയും വളരെ ആനന്ദത്തെ എല്ലാവരും അതിൽ പങ്കെടുത്ത് നൃത്യമാടി കീർത്തനവും പാടി അങ്ങനെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. അവസാന ദിവസത്തെ ഈ അവസാന ചടങ്ങിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക. ഹരേ കൃഷ്ണ. രാധേ രാധേ. ഹരേ കൃഷ്ണ. എൻ്റെ പേര് ഗൗരലീല ദേവിദാസി, ബാലകൃഷ്ണ ദേവിദാസി, രാസലീല ദേവിദാസി. ഞങ്ങൾ ഇപ്പോഴിവിടെ ചെയ്യുന്നത് ഭഗവാന്റെ ബ്രഹ്മോത്സവത്തിന് വേണ്ടി ഭോഗ ഉണ്ടാക്കുകയാണ്.
പോക ഒരു 10-300 ഐറ്റം മിനിമം അത്രയെങ്കിലും ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറൈറ്റീസ് ഓഫ് കേക്ക്സ്, ക്രീം കേക്കുകൾ, അങ്ങനെ പലതരത്തിലുള്ള കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കൂടാതെ കുക്കീസൊക്കെ ഒരുപാട് വെറൈറ്റീസ് കുക്കീസുകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റംസ്, പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്രാവശ്യം. നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കുന്നത് കൂടാതെ പല ഭഗവാന്റെ പാലുൽപ്പന്നങ്ങളും ഉണ്ട്, പാലുകൊണ്ടും അങ്ങനെയൊക്കെ പല ഐറ്റംസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറേ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, കുറേ ആയിട്ടുണ്ട്. ഇനിയും കുറേ കൂടെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എൻ്റെ പേര് സനാതൻ മുരളീധരദാസ്. എൻ്റെ സേവന കുക്കിംഗ് സേവനമാണ്. ബ്രഹ്മോത്സവത്തിന് 31, 1, 2 ഈ 3 നേരം ഭക്തന്മാർക്ക് പ്രസാദ സേവ ചെയ്യുക, അതാണ് എൻ്റെ സേവ. ഈ 3 ദിവസമായിട്ട് 18,000 പേർക്ക് പ്രസാദം ചെയ്യുന്നുണ്ട്. പല വെറൈറ്റി പ്രസാദമാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു സേവനം കിട്ടിയതിൽ വളരെ സന്തോഷവാനാണ് ഞാൻ. എല്ലാ ഭക്തന്മാരും ഈ ബ്രഹ്മോത്സവത്തിൽ സേവനത്തിൽ ഏർപ്പെടുക. എല്ലാ ഭക്തന്മാർക്കും ശ്രീ ശ്രീ കൃഷ്ണ ബലരാമന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. രാധേ രാധേ. കണ്ടില്ലേ, എല്ലാവരും ബ്രഹ്മോത്സവത്തിന്റെ തിരക്കിലാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അപ്പോൾ മറക്കണ്ട, ഫെബ്രുവരി 1, 2